ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും ഒന്ന് രണ്ട് സ്നാക്സ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് വിശേഷങ്ങളും ഒരു അത്താഴം മുതൽ വൈകുന്നേരം ഇഫ്താർ നോമ്പ് തുറക്കുന്ന വരെയുള്ള ടൈമിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഇനിയിപ്പം നമ്മളിപ്പോൾ അത്താഴെല്ലാം കഴിച്ചു കേട്ടോ. വലിയ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല, ചെറുതായിട്ട് കഴിച്ചു. ഇനിയിപ്പം നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം സ്കൂളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പം നമുക്ക് കിച്ചണിലോട്ട് ആണ് കേട്ടോ ഇനിയിപ്പം ഫസ്റ്റായിട്ട് പോകേണ്ടത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ പുട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം പുട്ടുണ്ടാക്കണം. അപ്പം സ്കൂളിലേക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ വേണം. അപ്പം സ്നാക്സ് ആയിട്ട് ബ്രെഡ് ടോസ്റ്റ് ആക്കുന്നുണ്ട്. അത് സ്കൂളിൽ ഉണ്ടാകുമ്പം നമുക്ക് അങ്ങനെ ഒരുപാട് ടൈം അങ്ങനെ റെസ്റ്റ് ഒന്നും നോക്കണ്ടല്ലേ. അപ്പം കുറച്ചൊക്കെ നമ്മളെന്തായാലും ഏകദേശം കിച്ചണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിൽ കയറിയല്ലേ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഒരു ഫ്രീ ടൈം എന്ന് ഉള്ള ഒരു കാര്യം അത്ര പോസിബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷം ഒന്ന് കിടക്കും കേട്ടോ കുറച്ച് ടൈം. അപ്പോഴത്തേക്കും ആ ഒരു കിടന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവർ തിരിച്ചു വരും. അപ്പം എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാറ്. അപ്പോൾ നമുക്ക് എനിക്ക് ഒന്ന് കിടന്നില്ലെങ്കിൽ എന്തോ ഒരു പോലെയുണ്ട്. അപ്പോൾ ഒന്ന് കിടന്നിട്ട് എന്തായാലും എഴുന്നേൽക്കും. അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇക്കാക്കും ഡ്യൂട്ടിക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. നോമ്പ് തുറക്കുന്ന ടൈമിൽ എത്തേണ്ടതുകൊണ്ട് തന്നെ ഇവിടുന്ന് നേരത്തെ ഇറങ്ങും കേട്ടോ. ഇനിയിപ്പം അവരെ പറഞ്ഞയച്ച ശേഷം ഇവിടെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കഴുകി വെച്ച ശേഷം ബാക്കി പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പോകും. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് ഫ്രഷായി നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് ഓതി അങ്ങനെ കുറച്ച് ടൈം ഇരിക്കട്ടോ ഖുറാനെല്ലാം ഓതിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഇഫ്താറിനൊക്കെയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ നിസ്കരിച്ച ശേഷം കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. നിസ്കാര ശേഷം കേട്ടോ. അപ്പം ഇനിയിപ്പം മീൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പം മീൻ കറിയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം കറി അല്ലെങ്കിൽ മറ്റ് പത്തിരി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വലിയ പണി ഒന്ന് കുറഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം മീൻ കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിപ്പം തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ഞാനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. ഈ ഒരു മീൻ ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റല്ല കഴിക്കാൻ. അപ്പം കുറച്ച് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പത്തിരി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പണിയും കൂടി നേരത്തെ ഒന്ന് കഴിച്ച് വെക്കുകയാണ്.
സ്നാക്സിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം സ്നാക്സിനായിട്ട് ഇന്ന് ഈത്തപ്പഴം വെച്ചിട്ടുള്ളൊരു പോള ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് ഈത്തപ്പഴം എടുക്കാം. ഇതൊരു 15-16 ഈത്തപ്പഴമുണ്ട്. അപ്പോൾ ഇതിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് നല്ല ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഈ പോളയെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇത് ഈ ഒരു സ്നാക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണല്ലോ. പിന്നെ നമ്മളിതിൽ അധികം അങ്ങനെ ഓയിൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈത്തപ്പഴം വെച്ചതായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് തേങ്ങ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു മീൻ ഭയങ്കര ചെറിയ മീനല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കുത്തിയിളക്കിയാൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ കറി റെഡിയായാൽ തന്നെ പകുതി ഒരാശ്വാസമാണ്. അപ്പോൾ കറി നമുക്ക് എന്താ പറയുക, കുറച്ചൊരു മെനക്കെട്ടുള്ള പണികളാണല്ലോ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആദ്യം ഒന്ന് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ ഞാനെപ്പോഴും. ഈ കെറ്റിൽ നമ്മൾ എപ്പോഴും വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എപ്പോൾ നോക്കിയാലും ഇതിൽ ഉറുമ്പുകൾ ഉണ്ടാവും കേട്ടോ. വെള്ളം ഉണ്ടാവും, പക്ഷേ അതിൽ ഉറുമ്പ് വന്നിട്ട് ഇങ്ങനെ വീണെടുക്കും. അത് എന്താണെന്ന് മനസ്സിലാക്കില്ല. കെറ്റിലും ഉറുമ്പും തമ്മിൽ ഭയങ്കര ഒരു ദൃഢമായ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നും. എപ്പോൾ നോക്കിയാലും അതങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഞാൻ ഇതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രിങ്ക്സിനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലെടുക്കാം കേട്ടോ. ഒരു നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പാലെടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് 1.25 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മധുരം കൂടുതലാണെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഡ്രിങ്ക്സിനൊന്നും ഓവർ മധുരം ഇല്ലാത്തതായിരിക്കും നല്ലത്. നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓക്കെ. അപ്പം ഓവർ മധുരം ചില സാധനങ്ങൾക്ക് നമുക്ക് അത്ര അങ്ങോട്ട് കുടിക്കാൻ പറ്റില്ലല്ലോ, ഒരു മടുപ്പ് വരും. ഒരു ലൈറ്റായിട്ടുള്ള മധുരമാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കുടിക്കാൻ തോന്നില്ലേ. പിന്നെ കുറച്ച് ഈ സാബുദാന അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതും നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടതാണ് കേട്ടോ. അപ്പം ഈ ഒരു വലിയ സാബൂൻ അരിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ചെറുതാണ് നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യല്. അതാവുമ്പം നല്ല ചെറുതായിട്ടിരിക്കുമല്ലോ. അപ്പം ഇത് വലുതാവുമ്പം ഒന്ന് സോക്ക് ചെയ്തിട്ട് ആക്കിയാൽ കുറച്ചും കൂടി പെട്ടെന്നൊന്ന് കുക്കായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വലുത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് അത്ര അങ്ങോട്ട് കുക്ക് ചെയ്ത് വരാൻ നല്ല ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം സമയമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ആദ്യം ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ആദ്യം ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ഫ്രൈ ആക്കിയെടുക്കണ്ട. പെട്ടെന്ന് തന്നെ ഒരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഓവറാക്കിയാൽ അത് ഹടായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു മസാലേൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഈ ഒരു സ്നാക്കിനേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് ആണല്ലോ ഇത് ഫ്രൈ ആക്കിയത്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. ഭയങ്കര ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് കൈവച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇതുപോലെ. ഇനി ഇത് ഒരുപാടങ്ങ് നമ്മൾ ഒന്ന് ഗ്രൈൻഡാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ചിക്കൻ ഇങ്ങനെ പീസായിട്ട് കഴിക്കാൻ കിട്ടുന്നതാണ്
കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വലിയ പീസായി പോകണ്ട, കുറച്ചൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഷ്രെഡാക്കി എടുത്താൽ മതി. ഇനിയിപ്പം ഇതിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അധികം എരിവുള്ള മുളകല്ല, അതുകൊണ്ട് തന്നെ അതിലോട്ടൊരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയ ഉള്ളിയില്ലേ, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളി നന്നായിട്ടൊന്ന് ക്രഷാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് നല്ല എത്ര കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വലിയുള്ളി ചേർത്ത ശേഷം അതിലോട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നാക്കിയിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പം സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയില അതുപോലെ പച്ചമുളകൊക്കെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഫെനൽ സീഡ് പൗഡറിലെ പെരുംജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ഫ്ലേവർ നമ്മുടെ ആ ഒരു പൊടിയുടെ ഫ്ലേവർ അനുസരിച്ചിരിക്കട്ടെ അതിൻ്റെ കുത്തലൊക്കെ. അപ്പം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനും കൂടി ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പൊടികളിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷമാണ് കേട്ടോ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടി ചേർത്തിട്ട് ഇനി കുറച്ച് ടൈമും കൂടി നമുക്കിതൊന്ന് സോട്ടാക്കിയിട്ടെടുക്കാം. ആ ചിക്കനും ആ മസാലയൊക്കെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം കുറച്ച് ടൈം ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ വേണമെങ്കിൽ സോസ് ആഡ് ചെയ്യാം കേട്ടോ, ടൊമാറ്റോ സോസ്. അപ്പം ഞാൻ ആദ്യം ചേർക്കാമെന്ന് കരുതി, പിന്നെ വിചാരിച്ച് വേണ്ടെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ അങ്ങ് ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയാണ്. ഇനി ഇതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റിലാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പം സമൂസൻ്റെ ഷീറ്റാണ്. അപ്പോൾ സ്പ്രിങ് ഷീറ്റ് ആയാലും മതി. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അടിപൊളി സ്നാക്കാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിയില്ലേ, അപ്പോൾ ചട്ടിപ്പത്തിരിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് വരും കേട്ടോ. ചട്ടിപ്പത്തിരി അതുപോലെ അട്ടിപ്പത്തിരിയൊക്കെ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പരത്തണ്ട, കുഴക്കണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഈ ഒരു ഷീറ്റ് വെച്ചുണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ സ്നാക്കിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫില്ലിങ്ങും നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റായിട്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ ഒരു എഗ്ഗിൻ്റെ മിക്സും കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പം 2 എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും പിന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഈ ഒരു ഷീറ്റ് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെ മിക്സില്ലേ അതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു പാനില്ലേ ഏതാണോ അതിലേക്ക് ഈ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ പാനിൽ നമ്മൾ വെളിച്ചെണ്ണയോ ബട്ടറോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു അടിഭാഗം നല്ലൊരു ക്രഞ്ചിയായിട്ട് കിട്ടും. അങ്ങനെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഈ ഒരു ഷീറ്റ് ഓരോന്നായിട്ട് അങ്ങനെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ ഒരു ഓർഡറിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു 2 ഷീറ്റ് താഴെ ഒരെണ്ണം മുകളിലായിട്ട് ഇങ്ങനെ ആ ഒരു കട്ടിക്കാണ് കേട്ടോ അപ്പോൾ വെച്ച് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമ്മുടെ ആ ഒരു ഫില്ലിങ്ങും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഷീറ്റ് ഭയങ്കര നൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 കൂട്ടി വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. അത്ര കട്ടിയല്ലേ ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഫില്ലിങ് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീണ്ടും ഷീറ്റ് എടുക്കുക, ചൂടുവെള്ളത്തിൽ, ഇത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. നമ്മുടെ കൈ ഒന്ന് അതിൽ മുക്കിയാൽ നമുക്ക് ഒരു ചെറിയ ചൂടുള്ള ആ ഒരു വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പം എന്നിട്ട് ഒരു എഗ്ഗിൻ്റെ മിക്സിൽ ആക്കിയ ശേഷം നമുക്ക് ഈ ഒരു ഷീറ്റ് വീണ്ടും ഇതിനെ കവറാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും ഈ ഒരു ലെയർ മതിയെങ്കിൽ നമുക്ക് ആ ഒരു ലെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഒരു ഷീറ്റ് വെച്ചിട്ടൊന്ന് ശരിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഞാനിപ്പം എൻ്റെ അടുത്ത് മിക്സ് ബാക്കിയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എഗ്ഗിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലെയറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ആവുന്ന രീതിയിലൊന്ന് ഈ ഒരു പാനൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തൊന്ന് അങ്ങനെ എഗ്ഗിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഒരു അടികെട്ടില്ല മൂടിയോ അങ്ങനെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോവില്ല. കാരണം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. അപ്പം അങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ അങ്ങനെ ഒരു പാത്രം വെക്കാനില്ലെങ്കിൽ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അടിയിൽ പിടിക്കുന്നില്ലല്ലോ, കരിഞ്ഞു പോകുന്നില്ലല്ലോ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിൽ അങ്ങനെ പിടിക്കില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പോള റെഡിയാക്കാനുള്ള മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അത് പിന്നെ ഒരു 4 എഗ്ഗും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് അതിൻ്റെ ഒരു എഗ്ഗിൻ്റെ തോല് ഞാൻ അതിൽ ഒഴിക്കുമ്പം വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വീണ്ടും ഇതിലോട്ട് തിരിച്ചൊഴിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈത്തപ്പഴത്തിന് നല്ല മധുരമാണല്ലോ, അപ്പം നമ്മൾ ഒരുപാട് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല മധുരം വേണമെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് ഒരു 1/4 കപ്പോളം ഒരു 3-3.5 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറും ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായി ഒരു പേസ്റ്റായിട്ട് ഒരു രീതിയിൽ നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ഷീറ്റിൻ്റെ സ്നാക്കില്ലേ, അത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പാനിൽ വെച്ചിട്ട് ഒന്ന് മറ്റേ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ടൊന്ന് കുക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഡേറ്റ്സിൻ്റെ മിക്സ് ഒരു ബൗളിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു മിക്സ് കുറച്ചൊന്ന് ലൂസാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് കിട്ടും കേട്ടോ. ഇനി നെയ്യ് ഒഴിച്ചിട്ട് ഇത് നമുക്ക് അതിലോട്ട് കുറച്ച് റൈസിൻസും കാഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം അതൊന്ന് കോരി മാറ്റിയിട്ട് അതിലോട്ട് നമ്മൾ ഒരു ആ ഒരു ഡേറ്റ്സിൻ്റെ മിക്സിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ആക്കിയെടുത്ത ശേഷം ഇതിൽ സെൻറ്ററിലായിട്ട് നമ്മളെ ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് വെച്ചിട്ട് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പം പിന്നെ ഈ ഒരു ഡേറ്റ്സ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ വെറുതെ ഒരു അൺഹെൽത്തി ആക്കി എടുക്കണ്ടല്ലോ. പിന്നെ ഇതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ടാണ്, വാട്ടർമെലൺ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. അപ്പം ഈ ഒരു വാട്ടർമെലൺ ഒന്ന് വെള്ളം ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ജ്യൂസാക്കി എടുക്കണം. ഈ ഫ്രിഡ്ജിൽ വാട്ടർമെലൺ വെക്കുമ്പം അതിൻ്റെ നമ്മളെ ആ ഒരു ഫസ്റ്റ് ഭാഗമില്ലേ, ആ ഫ്രിഡ്ജിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ എടുക്കും, എനിക്കത്ര ഇഷ്ടമാവാറില്ല കേട്ടോ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്ത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ, ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി തിളപ്പിച്ച് വെച്ച പാല് അത് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ടൈം. അപ്പം നല്ലൊരു തണുപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സാഗോ സീഡും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു വാട്ടർമെലൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിൽ പാലിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തുകൊണ്ട് തന്നെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം വേണമെങ്കിൽ മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ. പിന്നെ ഇതിലോട്ട് കുറച്ച് നമ്മുടെ കസ്കസില്ലേ, കസ്കസ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. തൽക്കാലം ഞാനിതിപ്പോൾ ഒന്ന് നേരത്തെ ആക്കിയെടുത്തത് കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് തണുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് എന്നോട് വിട്ടുപോയിട്ടോ ഈ ഒരു റേസിൻസൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല, അത് ഇളകിപ്പോവും. അപ്പം ആ ഒരു കുറച്ചൊരു ഹാഫ് കുക്കാകുമ്പം അതിലോട്ട് വെച്ച് കൊടുത്താൽ അത് താഴ്ന്നു പോകത്തുമില്ല, അങ്ങനെ ഇളകി പോരത്തുമില്ല. അപ്പോൾ എന്നോട് വിട്ടുപോയി. ഇനിയിപ്പം ഏതായാലും ഞാൻ ആക്കിയെടുത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് തിരിച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റു സൈഡും കൂടി ഒന്ന് ഒരു 5 to 10 minutes ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതാ 2 സൈഡും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞ പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആ ഒരു ഉള്ളിലിരിക്കുന്ന ആ ഒരു ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു സ്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം പോളയ്ക്ക് ഇത് 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നേരത്തെ കസ്കസ് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം കസ്കസും ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ തന്നെ കഴിക്കാമെന്ന് കരുതി അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഡ്രിങ്കിൽ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാങ്കെല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.